ആർക്കോരത്തിലേക്ക് XO റൈറ്റ്. ഓക്കെ, രണ്ട് ചിഹ്നങ്ങളുണ്ട്, ഒന്ന് ഓയും മറ്റൊന്ന് എക്സും. എനിക്ക് ഒപ്പം ഒരു ട്രാൻസ്പെറന്റ് ബോർഡ് ഉണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. റൈറ്റ്. ഓക്കെ, ഒരു സൈഡ് ഞാൻ കളിക്കും, ഒരു സൈഡ് നിങ്ങൾ കളിക്കും. ഞാൻ ജയിച്ചാൽ 1,00,000 രൂപ എനിക്ക്, നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾക്ക്. ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ, അസാമല്ലോ ഞാൻ ഒറ്റയ്ക്ക് കളിക്കുന്നുണ്ട്, ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ. റൈറ്റ്. ഇത് നിങ്ങളുടെ ഓപ്ഷനാണ്. എവിടെ വെക്കണ്ടേ പറഞ്ഞോളൂ. പല സൈഡ് മേളി വെക്കൂ. പല സൈഡ് മേളി. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത്, ആ ചേട്ടൻ കളി അറിയാമെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് വെക്കാം. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണേ ചേഞ്ച് ചെയ്യാം. 100% നിങ്ങൾക്ക് ഓപ്ഷനാണ്. ഇവിടുത്തെ ഇതെന്റെയാ, ഞാൻ വെക്കോളാം. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് യുവേഴ്സ്. മുകളിൽ കോർണറിൽ. ഇവിടെ അല്ല, ഇവിടെ എവിടെ? ഇപ്പൊ പതുക്കെ ആളുകളെ അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. പച്ചസാരിയിട്ട ചേച്ചി അല്ല, പച്ചസാരിട്ട ചേച്ചിയൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് 1,00,000 പുറകെയാന്ന് തോന്നുന്നു. ഓക്കെ, വാവ്. അടുത്തത് നിങ്ങളുടെയാണ്. കോർണർ, റൈറ്റ് കോർണർ. മിഡില്, മിഡിലോ താഴെയാണ് മുന്നേറ്റം ഇവിടെ വെച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഗെയിം അറിയാമല്ലേ? വാവ്. അടുത്തത് നിങ്ങളുടെയാണ്. കോർണറില്. എവിടാ? മുകളിലോ? ഓക്കെ, മുകളില്. എക്സ് വെക്കണമെന്നോ? കോർണറില്. ഓക്കെ, ശരിയായിട്ടോ. അതിനെ നമുക്ക് വെക്കാൻ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കും. മിഡിൽ വെക്കണോ? ഓക്കെ, ശരി. എന്നാ ഫൈനൽ. ഓ, എക്സ് വെക്കണമെന്നാണ് പറഞ്ഞത്. ജയിക്കാൻ സമ്മതിക്കത്തില്ല. അല്ല, ഇപ്പൊ ഇവിടെ ആരാ ജയിച്ചേ? ആരും ജയിച്ചില്ല. ക്ലബിന്റെ 1,00,000 വെച്ച് ബാക്കിയായി കേട്ടോ, രക്ഷപ്പെട്ടു. ആക്ച്വലി ഞാൻ ജയിച്ചിരുന്ന 1,00,000 എനിക്ക് കിട്ടത്തില്ലായിരുന്നോ? ഒരു കാര്യം മനസ്സിലായി, മലയാളിയുടെ ഒരു സ്വഭാവം. എനിക്ക് കിട്ടിയില്ലെങ്കിൽ ശരിയല്ലേ? ഓക്കെ, സോ ഇവിടെ ഒരു ചെറിയ മാജിക് എലമെന്റ് ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ടോട്ടലി ഹൗ മെനി ബ്ലോക്സ് ആദ്യ? എത്ര ബ്ലോക്സ് ഉണ്ട്? 9 ബ്ലോക്സ്. ഇന്ന് രാവിലെ ഷോയ്ക്ക് മുന്നേ ഞാൻ ഒരു പിക്ചർ എടുത്തു, ഈ സൈസിലുള്ള ഒരു പിക്ചർ. എന്നിട്ട് അതിനെ 9 കഷ്ണങ്ങളാക്കി. ഓരോന്നിന്റെ പുറകിൽ ഇങ്ങനെ ഞാൻ ഒട്ടിച്ചു. നിങ്ങൾക്കറിയാം, ഇത് ഒട്ടിച്ചു വെച്ചിരിക്കുക അല്ലേ? ഞാനത് കണ്ടില്ല. ഗെയിം നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിലാണ് കളിച്ചത്. 9 ബ്ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രോബബിലിറ്റി, അതിന് എത്രയാണ് സാധ്യത, അതിന്റെ പോസിബിലിറ്റി എത്രയാണെന്ന് അറിയാവും. 9 പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇഷ്ടത്തിന്. ടോട്ടൽ പോസിബിലിറ്റി പറയുകയാണെങ്കിൽ സമ്മാനം ഉണ്ട്. ടോട്ടൽ എത്രയാണ് അതിന്റെ സാധ്യത? 9 പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനുള്ള അവസരമുണ്ട്. ടോട്ടൽ എത്ര സാധ്യതയുണ്ട്? പ്രോബബിലിറ്റി, പോസിബിലിറ്റി ആർക്കെങ്കിലും അറിയാവോ? 9 പീസ് കൊണ്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാം. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 രൂപ. എത്ര പറഞ്ഞ കറക്റ്റാ? 81. ആരാ മാർക്ക്? ആ ലൈറ്റ് നിട്ടേ, ലൈറ്റ് കാണിച്ചു ആ ചേട്ടനെ. നല്ലൊരു കൈയുടെ കൊടുത്തേ. എന്താ ആ ചേട്ടന്റെ പേര്? ജിനു. ജിനു എഴുതേറ്റിരുന്നേ. ആ നല്ല കൈഡി കൊടുക്ക ജിനു. അടിപൊളി, സൂപ്പർ, നല്ലൊരു കൈഡി കൊടുക്ക. ആ ഉത്തരം തെറ്റാണ് ജിനു, ആ ഉത്തരം തെറ്റാ. അത് പറഞ്ഞതിനകത്തുള്ള ഒരു പ്രോത്സാഹനമുണ്ട്. ഓക്കെ, ഞാൻ പറയാം. ദാറ്റ് ഇസ് കോൾഡ് 9 ഫാക്ടോറിയൽ. അതായത് 1 ഗുണം 2 ഗുണം 3 ഗുണം 4 ഗുണം 5 ഗുണം 6 ഗുണം 7 ഗുണം 8 ഗുണം 9. അതാണ് ഇതിന്റെ ആകെ ഔട്ട്പുട്ട്. ആൻഡ് ദ പോസിബിലിറ്റി ഈസ് 3,62,880. 3,62,880 സാധ്യതകളുണ്ട് ഈ 9 പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനകത്ത് യഥാർത്ഥ പിക്ചർ ആകാനുള്ള സാധ്യത 0.001%. ഞാനും പുറകെ പോയി നോക്കിയില്ല, കാരണം ഗെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണല്ലോ കളിച്ചത് അല്ലേ? സോ യഥാർത്ഥത്തില് നിങ്ങൾ ഈ പ്രോഗ്രാം എൻജോയ് ചെയ്യുന്നുവെങ്കിൽ പിക്ചർ 50% എങ്കിലും ആയ നിങ്ങൾ കൈയടിക്കുമോ? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നിങ്ങൾക്ക് ഏവർക്കും ഫ്രണ്ട്സ് ഗൈഡഡ് ചാരിറ്റബിൾ സൊസൈറ്റി കുമ്പനാടിന്റെ ഹാപ്പി ന്യൂ ഇയർ ഫോർ ഓൾ. ഇതിന്റെ പ്രസിഡന്റ്
പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ടെങ്കിൽ ഒന്ന് വേദിയിലേക്ക് അടുത്ത് വരാവും പ്ലീസ്. ഈ സംഘടനയുടെ പ്രസിഡന്റ് സാറേ, ഒരു കാര്യം മനസ്സിലാക്കണം. ഇതിന്റെ ഒരു പീസെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഗെയിം മുഴുവനായിട്ട് അല്ലെ പൂർത്തിയാകത്തില്ല. അതിന്റെ അർത്ഥം ഫ്രണ്ട്സ് ഡ്രൈവേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയെ ഈ നാട്ടുകാർ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഏതൊരു പ്രശ്നങ്ങൾക്കും വേണ്ടി മുൻപന്തിയിൽ നിൽക്കുവാൻ ഈ ചാരിറ്റി സൊസൈറ്റി ഉണ്ടാകും. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വണ്ടർഫുൾ സപ്പോർട്ട്. നല്ലൊരു കൈ കൊടുത്തേ. ഇനി മാജിക് കാണണോ? മാജിക് റെഡി ആകുന്നു. പക്ഷേ അതിനു മുന്നേ കുറച്ച് ഏറെ നല്ല കലാകാരൻ